പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലുള്ള പെരിങ്ങോട് എന്ന ഗ്രാമം. അവിടെയാണ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ തൃത്താല ഉപജില്ലയിൽപ്പെട്ട പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ. പെരിങ്ങോടിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച അതുല്യ പ്രതിഭകളെ സംഭാവന ചെയ്ത, പഞ്ചവാദ്യത്തെ വാനോളം ഉയർത്തിയ കലാകാരന്മാരെ വാർത്തെടുത്ത വിദ്യാലയം. 100 വർഷങ്ങൾക്ക് മുൻപ് 1912 പൂമുള്ളി മനയിലെ അന്നത്തെ കാരണവരായിരുന്ന ശ്രീ PM നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുമ്പോൾ മികച്ച അക്കാദമിക അന്തരീക്ഷം കൊണ്ടും വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ജില്ലയിലെ പ്രധാന വിദ്യാലയമായി പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ 2 ജില്ലകളിലെ 5 പഞ്ചായത്തുകളിൽ നിന്നായി 1700-ൽ പരം കുട്ടികൾ ഹൈസ്കൂളിൽ പഠനം നടത്തുന്നു. മാവേലി നാടുവാണിടും കാലം പാടി പൂനുള്ളിപ്പോയ പൊന്നോണക്കാലം. ഇന്നലെ പഠിച്ചില്ലേ നമ്മൾ കവിത? നല്ല കവിതയല്ലേ? കവിതയോടനുബന്ധിച്ച് ടീച്ചർ ഒരു വർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, ഇല്ലേ? ഓണത്തിനെ പറ്റിയിട്ട് എഴുതി വരാൻ. ഇത് ചെയ്ത എല്ലാരും? ചെയ്തില്ല? എന്താ പറ്റിയേ? അപ്പൊ എന്നാ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്താ ടീച്ചർ ഒരു വിഷമം? അതല്ല, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന് എന്താണെന്നറിയില്ല, അവന് ഭയങ്കര വിഷമമുള്ള പോലെ. കഷ്ടമല്ലേ, നമുക്ക് അന്വേഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ പഠന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തെക്കുറിച്ചും നമുക്ക് സ്റ്റാഫ് മീറ്റിംഗ് ചേർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനാണ്. പല ക്ലാസ്സിലും കുട്ടികളുടെ ഒരവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതും കൂടി അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിനെ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടീച്ചർ പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ പുറമെ കാണുന്ന പോലെ എല്ലാ കുട്ടികളും പലരും നമുക്ക് അവരെ കൂടുതലായിട്ട് എന്തായാലും അറിഞ്ഞേ പറ്റും. അതിനുള്ള എന്തെങ്കിലും പരിഹാരം നമുക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ പലരുടെയും അനുഭവങ്ങൾ ഞാൻ കേട്ടു. അപ്പം നമുക്ക് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണത്, എല്ലാവരുടെയും നമ്മുടെ 1700 കുട്ടികളുടെയും വീട്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വളരെ ചർച്ച ചെയ്ത് ഒരു നിശ്ചിത ചോദ്യാവലിയോട് കൂടിയിട്ട് അവിടെ എത്തണം. നമുക്ക് കുട്ടികളുടെ കംപ്ലീറ്റ് ഒരു പ്രൊഫൈല്, വീട്ടിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളുന്ന നല്ല ചർച്ച ചെയ്തിട്ടുള്ളൊരു ചോദ്യാവലി നമുക്ക് ഉണ്ടാക്കണം. ഇപ്പം നല്ലൊരു തീരുമാനം ആവട്ടെ, നമ്മുടെ ആഗസ്റ്റ് 15 പറ്റുച്ച ആഗസ്റ്റ് 15 തന്നെ നമുക്കത് നടത്തുകയും വേണം. ഈ ചിന്തകൾ എത്തിയത് ഗൃഹസന്ദർശനം എന്ന പദ്ധതിയിലേക്കാണ്. ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ ആദ്യം സ്റ്റാഫ് മീറ്റിംഗ് ചേർന്നു. ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി. കുട്ടികളുടെ എല്ലാ തലത്തിലുമുള്ള വിവരശേഖരണം നടത്താനും തുടർ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ചോദ്യാവലികളും നിർമ്മിച്ചു. നമ്മുടെ കുട്ടികളുടെ വീടുകളിലേക്ക് പോകാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു. നല്ലൊരു തീരുമാനമാണ്. കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങളും ഗൃഹാന്തരീക്ഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു പ്രവർത്തനമായിട്ട് അത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും മികവോടെ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. മഹത്തായ ഒരു ഉദ്യമത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും വീട്ടിൽ ചെല്ലുകയും അവരെ കുട്ടികളുടെയും അതുപോലെ തന്നെ പേരൻസിൻ്റെയും അവരെ പരിതസ്ഥിതിയൊക്കെ പരിശോധിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിന് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉയർത്താൻ വേണ്ടി നമുക്ക് സ്കൂളിന് എന്ത് ചെയ്യാൻ കഴിയും, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. തുടർന്ന് അധ്യാപകർ, വാർഡ് മെമ്പർമാർ, PTA, SSG അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് കുട്ടികളുടെ വീടുകളിലേക്ക് പോയി.
ടീച്ചർമാരൊക്കെ എവിടേക്കാ പോകുന്നത്? അതെ, അവരെ നമ്മുടെ രാജേഷില്ലേ, രാജേഷിന്റെ മോൻ 2 ആഴ്ചയായിട്ട് ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയെ കാണാൻ പോവാണ്. അവര് എല്ലാ സഹായങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്. കുറെ സാമ്പത്തികമായിട്ട് വളരെ സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ മെഡിക്കൽ ക്യാമ്പൊക്കെ ഉണ്ട്. പണ്ടത്തെ മാതിരി ഒന്നല്ല കേട്ടോ. എല്ലാ വീടുകളും ഇപ്പൊ സന്ദർശിച്ചിട്ട് വയ്യാത്ത ആൾക്കാർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മുടെ സ്കൂളിലുണ്ട്. കേരളത്തിലെ എല്ലാ സ്കൂളിലും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളെ ഒരു ഗൃഹസന്ദർശന പരിപാടി ഉണ്ട് സ്കൂളിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും വീടൊക്കെ ഒന്ന് കാണാനും എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. പിന്നെ ആൾ ഉഷാറാണ്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയിലൂടെ ലഭിച്ച വിവരങ്ങളുടെ ക്രോഡീകരണത്തിലൂടെ പഠിതാക്കളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ, അഭിരുചികൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെല്ലാം തിരിച്ചറിയാൻ സാധിച്ചു. തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു 2ാം ഘട്ടം അവസാനിച്ചത്. സാമ്പത്തികമായും ഭൗതികപരമായും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് USS, NMMS, മറ്റ് കോച്ചിംഗ് ക്ലാസുകൾ എന്നിവയിൽ പ്രത്യേക പരിഗണന നൽകുക, വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് സൗകര്യം ഏർപ്പാടാക്കുക, WSN കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും മാനസിക പിന്തുണ ഉറപ്പാക്കുക, കലാകായിക മേഖലകളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുക, സ്കൂളിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വാഹന സൗകര്യങ്ങൾ ഏർപ്പാടാക്കുക എന്നീ പ്രവർത്തനങ്ങളോടൊപ്പം പ്രവർത്തന മികവുള്ള രക്ഷകർത്താക്കളെ കണ്ടെത്തി ഒരു ടീം രൂപീകരിച്ച് അവരുടെ ശിക്ഷണത്തിൽ കുട്ടികൾക്ക് പല ക്ലാസുകളും നൽകുവാനും തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ പുതിയൊരു കവിയെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനം പറഞ്ഞൊരു കവിതയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സന്ദർശനം എന്ന കവിതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടീച്ചർ ഇത് വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഇതിലെ വാക്കുകൾ നിങ്ങൾ ഓർത്തെഴുതണം. അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ, നിങ്ങൾക്ക് പരിചിതമായ വാക്കുകളാണെങ്കിൽ അതിന്റെ അർത്ഥം കൂടി എന്ത് ചെയ്യണം, ഒപ്പം എഴുതണം. അല്ലേ? ഇങ്ങനെ നോട്ട്ബുക്ക് എടുത്തോളൂ, എല്ലാവരും എഴുതൂ. അധ്യാപനത്തിൽ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ. അവ കണ്ടെത്താൻ സാധിച്ചതിലൂടെ വ്യക്തിഗത പിന്തുണയും പ്രത്യേക ക്ലാസുകളും നൽകാൻ സാധിക്കുന്നു. കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങണ്ടേ? പാട്ട് തുടങ്ങല്ലേ? മാഷും നിങ്ങളെ പോലെ ഇവിടെ ഈ മുറ്റത്തൊക്കെ ധാരാളം പാടി നടന്നിട്ടുള്ള ആളാണ്. ഇനി ഞാൻ പാടുന്ന അതേപോലെ തിരിച്ചു പാടിത്തരാം. ഓക്കെ? സരിഗമ പാധനീസ. സാഹചര്യങ്ങൾ തീർത്തും അപര്യാപ്തമായ കുട്ടികളെ അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള മേഖലകൾ കണ്ടെത്തി പരിശീലനം കൊടുക്കുന്നു. ചെണ്ട, പഞ്ചവാദ്യം, സംഗീതം, കായികം, ആയോധന കലകൾ എന്നിവയിൽ പരിശീലനം നൽകുന്നു. ടീച്ചറോ? വരൂ. അതെന്താ പരിപാടി? ഇത് നമ്മള് ബാഗിന്റെ വർക്ക് ഉണ്ട്. അതെയോ? അതൊക്കെ ചെയ്തതാവും. കുട്ടികളും കൂടുവോ? കുട്ടികളും കൂടും. അതെ അല്ലേ? നന്നായിണ്ടല്ലോ, നല്ല വർക്കാണല്ലോ. നമ്മുടെ സ്കൂളില് ഒരു ദിവസം വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാലോ. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഉപകാരമുള്ള ഒരു കാര്യമല്ലേ ഇത്, പേപ്പർ ബാഗ്സ് ഒക്കെ ഉണ്ടാക്കല്ലേ. സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല, 2 ക്ലാസ്സിൽ പഠിക്കാനൊക്കെ മിടുക്കികളാണ്, കുഴപ്പമൊന്നുമില്ല, നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ട്, വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് സജിന. ഇവിടെ AUCയിൽ പഠിക്കുന്ന ഫാത്തിമ നസ്രീൻ എന്ന കുട്ടമ്മയാണ്. എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ പേപ്പർ ബാഗ് നിർമ്മാണമാണ്. അപ്പം നമുക്ക് ബാഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്ക് തുടങ്ങാം. ആദ്യം പേപ്പർ എടുത്ത് 1 ഇഞ്ച് മടക്കുക. 1 ഇഞ്ച് മടക്കിയതിന് ശേഷം അടുത്ത ഭാഗം 4 ഇഞ്ച് മടക്കുക. അത് വീണ്ടും 2 ഇഞ്ചിലേക്ക് വീണ്ടും ഒന്നും കൂടി മടക്കുക. നമുക്കതിൽ ഗമ്മ് തേച്ചിട്ട് ഈ 4 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൊത്തം പേപ്പറിൻ്റെ നമുക്ക് ബാഗിൻ്റെ അളവ് 14 ഇഞ്ച്. നമുക്ക് 3 ഇഞ്ച്
ബോട്ടം കൊടുക്കാം. തൊട്ട മേലെ 2 ഇഞ്ച് കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വെക്കുക. ഈ ബോട്ടത്തിൻ്റെ അവിടെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് ഗമ്മ് തെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ബാഗ് റെഡിയായി. ഇനി നമുക്കതിന് ഹാൻഡിൽ വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ബാഗ് റെഡി. ഇനി നമുക്കിതിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രീൻ വെക്കുക, ഇങ്ക് ഒഴിക്കുകയാണേ. നമ്മൾ കുറച്ച് ടിന്നറും കൂട്ടിയിട്ട് ഇങ്കൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പേപ്പറിൽ ബാഗിൻ്റെ മേലെ വെച്ച് വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യം സിദ്ധിച്ച രക്ഷിതാക്കളെ കണ്ടെത്താൻ സാധിച്ചതിലൂടെ അവരുടെ നൈപുണികൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. ഞങ്ങൾക്കിതൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കാനും കൂടാതെ പഠനവും കലാപ്രവർത്തനവും ഒപ്പം കൊണ്ടുപോകാനും ഇതിലൂടെ സാധിക്കുന്നു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾ കഴിഞ്ഞ 48 വർഷമായി പഞ്ചവാദ്യ കലയെ നിലനിർത്താനും പുതിയ തലമുറയെ വളർത്തിയെടുക്കാനും വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു വരുന്നു. അതിനൊരു വേദിയായി ഈ വിദ്യാലയം മാറുന്നു. കഴിഞ്ഞ 42 വർഷമായി ഈ വിദ്യാലയത്തിലെ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി വരുന്നുണ്ട്. അതൊരു പക്ഷേ കേരള സംസ്ഥാനത്ത് തന്നെ വേറൊരു സ്കൂളിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ്. യശ്വന്ത്, എന്ത് പറയണു? സുഖല്ലേ? സുഖാണ്. എങ്ങനെയാണ് ഈ നമ്മുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ല. നമുക്ക് വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കിട്ടിയ ഉഷാറായിട്ട് തുടങ്ങണം കേട്ടോ. ടീച്ചർ ഇടയ്ക്ക് കാണാറുണ്ട്. തുടങ്ങാനുള്ള പ്ലാനിലാണ്. ഏതാ? പാലും നല്ല നടപ്പാലും അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം. ഗൃഹസന്ദർശനം നടത്തി അവർക്ക് പ്രത്യേക പരിഗണന നൽകാനും വിദ്യാലയം ഭിന്നശേഷി സൗഹൃദമാക്കാനും സാധിച്ചു. ശരി, ഞങ്ങൾ വരാട്ടോ. വരണം. അതുപോലെ കലാകായിക മേളയിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും സാധിച്ചു. ഓരോ കുട്ടിയും ഓരോ യൂണിറ്റാണ് എന്ന തിരിച്ചറിവാണ് ഗൃഹസന്ദർശന പദ്ധതിയുടെ അടിസ്ഥാനം. എന്നാൽ ഗൃഹസന്ദർശനം ഒരു വഴിത്തിരിവാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന് ഉതകുന്നതുമാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ബുദ്ധിപരവും വ്യക്തിപരവുമായ ഉയർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു. വിദ്യാലയവും പൊതുസമൂഹവുമായുള്ള ഊഷ്മളമായ ആത്മബന്ധമൂട്ടിയുറപ്പിക്കാൻ വീടറിഞ്ഞ് മനസ്സറിഞ്ഞ് എന്ന പദ്ധതിയിലൂടെ സാധിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ രൂപപ്പെട്ട മികച്ച സൗഹൃദ മനോഭാവത്തിലൂടെ വിദ്യാലയം വീട് തന്നെയാണ് എന്ന ബോധം രൂപപ്പെടുത്താൻ സാധിച്ചു. രക്ഷിതാക്കളുടെ കഴിവുകൾ പഠന പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്താനും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ വിധത്തിൽ ഭൗതിക സാഹചര്യം ഒരുക്കുവാനും സാധിച്ചു. തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഈ പദ്ധതി വളരെയേറെ സഹായിക്കുന്നു. കുട്ടികൾക്കാവശ്യമായ സാമ്പത്തിക മാനസിക സാഹചര്യമൊരുക്കൽ, പ്രത്യേക വിഷയങ്ങൾക്ക് ക്ലാസുകൾ നൽകൽ, പാഠ്യേതര മേഖലകളിലെ പഠന സാധ്യതകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ ഇവയിൽ ചിലതു മാത്രം. പെരിങ്ങോട് ഗ്രാമം എന്നും സ്കൂൾ കുട്ടികളുടെ പഞ്ചവാദ്യം കേട്ടാണ് ഉറങ്ങാറ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഓരോ ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളുടെയും അടുത്തെത്തി വളരെ ത്യാഗം ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മളതിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതൊരു നമ്മുടെ വിജയം. നമ്മുടെ PTA-യും SS എല്ലാവരും നമ്മുടെ കൂടിയിട്ടുണ്ട് കേട്ടോ. വാർഡ് മെമ്പർമാർ, നാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.